ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ശ്രീലങ്കൻ പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തി. രാജ്യവ്യാപകമായി ദേശീയപാതകളിൽ നടപ്പാക്കേണ്ട റോഡ് സുരക്ഷാ നിർദ്ദേശങ്ങൾ സുപ്രീംകോടതി പുറപ്പെടുവിച്ചു. സേവന പ്രവർത്തനങ്ങളും ധർമ്മപാലനവും സുപ്രധാനമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ചട്ടമ്പിസ്വാമികളുടെ 102ാം മഹാസമാധി വാർഷികം ഗവർണർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ സർവകാല റെക്കോർഡ്. പവർ കട്ടോ ലോഡ് ഷെഡിംഗോ ഏർപ്പെടുത്തില്ലെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി. തമിഴ്നാട്ടിലെ മുത്തുലിംഗപുരത്ത് പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 21 പേർ മരിച്ചതായി റിപ്പോർട്ട്. തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറും. സാമ്പിൾ വെടിക്കെട്ട് ഈ മാസം 24-ന്. 26-നാണ് തൃശൂർ പൂരം. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ശ്രീലങ്കയിലെത്തിയ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കൊളംബോയിൽ ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ ഹൌസിംഗ് പ്രോജക്ട്, ഡിത്വ ചുഴലിക്കാറ്റ് ബാധിച്ച പ്രദേശങ്ങൾക്കായി അനുവദിച്ച $450 മില്യൺ പാക്കേജിന് കീഴിലുള്ള പദ്ധതികൾ എന്നിവ ചർച്ചകളിൽ പ്രധാന വിഷയമായി. ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യയുമായും ഉപരാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും വനിതാ സംവരണം ഉറപ്പാക്കുന്ന നിയമ ഭേദഗതിക്ക് ആവശ്യമായ 66% വോട്ടുകൾ നേടാൻ കഴിഞ്ഞില്ലെങ്കിലും രാജ്യത്തെ 100% സ്ത്രീകളുടെയും പിന്തുണ കേന്ദ്ര സർക്കാരിനൊപ്പമുണ്ടെന്ന് പ്രധാനമന്ത്രി. രാഷ്ട്ര താൽപര്യമാണ് NDA സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്നും നാരീശക്തി വന്ദൻ ഭേദഗതി കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭരണപരമായ വീഴ്ചകൾ മൂലമോ അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവ് മൂലമോ അതിവേഗ പാതകൾ അപകട ഇടനാഴികളായി മാറരുതെന്ന് സുപ്രീംകോടതി. രാജ്യവ്യാപകമായി നടപ്പിലാക്കേണ്ട റോഡ് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ സുപ്രീംകോടതി പുറപ്പെടുവിച്ചു. ഇന്ത്യയിലെ ആകെ റോഡ് ശൃംഖലയുടെ 2% മാത്രമുള്ള ദേശീയപാതകളിൽ 30%-ഓളം മരണങ്ങൾ നടക്കുന്നുണ്ടെന്ന് ജസ്റ്റിസുമാരായ JK മഹേശ്വരി, AS ചന്ദൂർക്കർ എന്നിവരടങ്ങിയ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. വിശദാംശങ്ങളിലേക്ക്. സുപ്രീംകോടതി പുറപ്പെടുവിച്ച പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം ഭാരവാഹനങ്ങളോ വാണിജ്യവാഹനങ്ങളോ അനുവദനീയമായ സ്ഥലങ്ങളിലല്ലാതെ ദേശീയപാതയോരങ്ങളിൽ പാർക്ക് ചെയ്യാൻ പാടില്ല. കൂടാതെ ദേശീയപാതയുടെ അതിർത്തിക്കുള്ളിൽ പുതിയ ധാബകൾക്കോ മറ്റ് വാണിജ്യ സ്ഥാപനങ്ങൾക്കോ അനുമതി നൽകുന്നത് കോടതി നിരോധിച്ചു. അത്യാധുനിക ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം, GPS അധിഷ്ഠിത ഫോട്ടോകൾ, ചലാൻ എന്നിവ വഴി നിയമലംഘനങ്ങൾ കർശനമായി നിരീക്ഷിക്കാനും നിർദ്ദേശമുണ്ട്. ദേശീയപാതകളിലെ സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തോടും ദേശീയപാത അതോറിറ്റിയോടും സംസ്ഥാനങ്ങളോടും സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോക മാനവികത എന്ന മഹത്തായ ആശയം സ്വജീവിതത്തിലൂടെ സമൂഹത്തിന് പകർന്ന മഹാത്മാവായിരുന്നു വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ചട്ടമ്പിസ്വാമികളുടെ 102ാം മഹാസമാധി വാർഷിക ദിനത്തിൽ സമാധിസ്ഥാനമായ ചവറ പന്മന ആശ്രമത്തിൽ മഹാഗുരു സമാധി സ്മൃതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ. സേവന പ്രവർത്തനങ്ങളും ധർമ്മപാലനവും പ്രധാനമാണെന്നും ഗവർണർ പറഞ്ഞു. പത്തനംതിട്ട അയിരൂർ ചെറുകോൽപ്പുഴയിലും ചട്ടമ്പിസ്വാമി സമാധി ദിനാചരണം ഭക്തിസാന്ദ്രമായി നടന്നു. വേനൽ കടുത്തതോടെ സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ. വൈദ്യുതി ഉപഭോഗത്തിൽ മിതത്വം പാലിച്ച് ജനങ്ങൾ സഹകരിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. ഈ അവസ്ഥയിലും പവർ കട്ട് ഏർപ്പെടുത്താതെ മുന്നോട്ടു പോകുമെന്ന് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി. കേരളത്തിലെ വൈദ്യുതി ഉപയോഗം ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഇന്നലത്തെ സ്ഥാനത്തെ മൊത്തം വൈദ്യുതി ഉപയോഗം 117.155 ലക്ഷം യൂണിറ്റ് ആയി ഉയർന്നു. പീക്ക് ഡിമാൻഡ് വൈകുന്നേരം തിരക്കേറിയ സമയത്ത് 633 മെഗാവാട്ട് എന്ന സർവകാല റെക്കോർഡിലെത്തി. നമ്മൾ 500 മെഗാവാട്ട് മാത്രമേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. ഈ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പവർ കട്ടോ ലോഡ് ഷെഡോ ഏർപ്പെടുത്താതെ മുന്നോട്ടു പോകാനുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് KSB. തമിഴ്നാട്ടിലെ മുത്തുലിംഗപുരത്ത് പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 21 പേർ മരിച്ചതായി റിപ്പോർട്ട്. ഇന്നുച്ചയോടെയായിരുന്നു അപകടം. സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 6 പേരെ അടിയന്തര ചികിത്സയ്ക്കായി സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറും. തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങളുടെ പന്തൽനാട്ട് കർമ്മം കഴിഞ്ഞതോടെ ഒരുക്കങ്ങൾ തകൃതിയായി.
ജില്ലയിൽ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൂരം വീക്ഷിക്കാനെത്തുന്നവരുടെ സുരക്ഷയുറപ്പാക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ സംബന്ധിച്ച് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. ഈ മാസം 24-നാണ് സാമ്പിൾ വെടിക്കെട്ട്, 26-നാണ് പൂരം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്നും ഉയർന്ന താപനില രേഖപ്പെടുത്തി. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ്, കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ്, കോട്ടയം ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയുമാണ് രേഖപ്പെടുത്തിയത്. ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അതേസമയം കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇന്നു മുതൽ ഈ മാസം 22 വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ ശരാശരി താപനില 40 ഡിഗ്രി സെൽഷ്യസിൽ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത വേണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. ചൂടുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഹീറ്റ് ക്ലിനിക്കുകളും ജില്ലയിൽ സജ്ജമായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ഈ വർഷം 2 തവണയാണ് ജില്ലയിൽ ശരാശരി താപനില 40 ഡിഗ്രിയിൽ എത്തുന്നത്. ഇന്നും ജില്ലയിൽ കനത്ത ചൂടാണ് അനുഭവപ്പെട്ടത്. ഈ മാസം 10-നാണ് ജില്ലയിലെ താപനില 40 തൊട്ടത്. ഇത്തവണ ഏറ്റവും കുറവ് വേനൽ മഴ ലഭിച്ചതും പാലക്കാടാണ്. മാർച്ച് 1 മുതൽ ഇന്നലെ വരെ 62% കുറവാണ് വേനൽ മഴയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദിനംപ്രതി ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ഹീറ്റ് ക്ലിനിക്കുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതേസമയം നാളെ മുതൽ 3 ദിവസങ്ങളിൽ ജില്ലയിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് സംസ്ഥാന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. സംസ്ഥാനമൊട്ടാകെ കനത്ത ചൂട് അനുഭവപ്പെടുന്നതിനിടെ വയനാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ ശക്തമായ കാറ്റും മഴയും. സുൽത്താൻ ബത്തേരി, പൂതാടി പഞ്ചായത്തിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. പാപ്ലശ്ശേരി മൂന്നാനക്കുഴി പ്രദേശത്ത് ആലിപ്പഴ വർഷവും ഉണ്ടായി. ചില സ്ഥലങ്ങളിൽ റോഡിനു കുറുകെ മരം വീണ് ഗതാഗത തടസ്സവും നേരിട്ടു. എറണാകുളം ജില്ലയിൽ പറവൂർ കോട്ടുവള്ളി സ്വദേശിക്ക് സൂര്യാഘാതമേറ്റു. വലതുവടി സിദ്ദിഖ് എന്ന 32-കാരനാണ് സൂര്യാഘാതം ഏറ്റത്. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മോഹൻ ബഗാനെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 156 റൺ വിജയലക്ഷ്യം. രാത്രി 7:30-ന് ചണ്ഡീഗഡിൽ നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഡർബനിലെ കിങ്സ് മീഡ് സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 15.4 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 117 റൺ എടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ഈ മാസം 24 വരെ ജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. മൻ കി ബാത്തിന്റെ 133-ാം പതിപ്പ് ഈ മാസം 26-ന് രാവിലെ 11-ന് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം ലഭ്യമാകും. ഇടുക്കി ബൈസൺ വാലിയിലെ ടീ കമ്പനിക്ക് സമീപം വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന ജീപ്പ് അപകടത്തിൽപ്പെട്ടു. ചെന്നൈയിൽ നിന്നുമെത്തിയ സംഘമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അപകടത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. അവധി ആഘോഷിക്കാനായി എത്തിയ യുവാവ് വാളയാർ ഡാമിൽ മുങ്ങി മരിച്ചു. തിരുപ്പൂർ സ്വദേശി 21-കാരൻ വിഷ്ണുവാണ് മരിച്ചത്. ഫയർഫോഴ്സ് സംഘം തിരച്ചിൽ നടത്തി പുറത്തെടുത്ത മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ശ്രീലങ്കൻ പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തി. രാജ്യവ്യാപകമായി ദേശീയപാതകളിൽ നടപ്പാക്കേണ്ട റോഡ് സുരക്ഷാ നിർദ്ദേശങ്ങൾ സുപ്രീംകോടതി പുറപ്പെടുവിച്ചു. സേവന പ്രവർത്തനങ്ങളും ധർമ്മപാലനവും സുപ്രധാനമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ചട്ടമ്പിസ്വാമികളുടെ 102-ാം മഹാസമാധി വാർഷികം ഗവർണർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ സർവകാല റെക്കോർഡ്. പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഏർപ്പെടുത്തില്ലെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. തമിഴ്നാട്ടിലെ മുത്തുലിംഗപുരത്ത് പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 21 പേർ മരിച്ചതായി റിപ്പോർട്ട്. തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറും. സാമ്പിൾ വെടിക്കെട്ട് ഈ മാസം 24-ന്. 26-നാണ് തൃശൂർ പൂരം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.